നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് വീണ്ടും മലയാളിക്കെതിരെ കേസ്. ഇടുക്കി കട്ടപ്പന സ്വദേശിയായ പാസ്റ്റർ തോമസ് ജോർജിനെതിരെയാണ് രാജസ്ഥാൻ പോലീസ് കേസെടുത്തത്. മതസ്പർദ്ധ വളർത്തുക, മതവിശ്വാസത്തെ അപമാനിക്കുക, വിദ്വേഷ പ്രചാരണം എന്നീ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്കിടെ പള്ളി പൊളിക്കാൻ ബജ്രംഗ് ദൾ RSS പ്രവർത്തകർ JCBയുമായി എത്തിയെന്നും 2 തവണ പ്രാർത്ഥനയ്ക്കിടെ പള്ളിക്ക് നേരെ ആക്രമണം നടന്നെന്നും തോമസ് ജോർജ് പറഞ്ഞു. അവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വലിയ ഒരു പ്രശ്നമുണ്ടായി. ഞങ്ങളുടെ പ്രാർത്ഥന നടക്കുന്ന സ്ഥലത്തേക്ക് RSS, ബജരംഗ് ദൾ, BJP, ഹനുമാൻ സേന ഇവരെല്ലാം വന്ന് ഭയങ്കര ബഹളമുണ്ടാക്കി, ചർച്ച് പൊളിക്കണമെന്നെല്ലാം പറഞ്ഞ ബഹളമുണ്ടാക്കി. അന്ന് പോലീസ് ഇടപെട്ട് ശാന്തതയൊക്കെ വരുത്തി. എന്നാൽ 6-ാം തീയതി സൺഡേ ഏകദേശം 500ഓളം ആൾക്കാർ JCB ഒക്കെ ആയിട്ട് ചർച്ചടിക്കാൻ വേണ്ടി വന്ന വലിയ ബഹളമായിരുന്നു. അതിനെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അത് വളരെ ഗുരുതരമായ ആരോപണങ്ങളൊക്കെ എൻ്റെ പേരിൽ വെച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞത്. കഴിഞ്ഞ 27-ാം തീയതി അതിൻ്റെ ഹിയറിംഗ് വെച്ചിരുന്നു. 27-ാം തീയതി കഴിഞ്ഞിട്ട് പിന്നെ അത് 1-ാം തീയതിക്ക് മാറ്റി. ഇന്ന് പിന്നെയും 4-ാം തീയതിക്ക് മാറ്റിയിരിക്കുകയാണ്. ഞാൻ വളരെ പ്രയാസത്തിലാണ്. മുഹമ്മദ് ആഷിഖ് ചേരുന്നു. ആഷിഖ്, കേസിന്റെ വിശദാംശങ്ങൾ. തന്നെ കഴിഞ്ഞ 21 വർഷമായി രാജസ്ഥാൻ ദൗസയിൽ പാസ്റ്ററായി പ്രവർത്തിച്ചു വരുന്ന കട്ടപ്പന സ്വദേശി, ഇടുക്കി കട്ടപ്പന സ്വദേശി തോമസ് ജോർജിനെതിരെയാണ് രാജസ്ഥാൻ പോലീസ് ഇപ്പോൾ മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് കേസെടുത്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പുകളായ മതസ്പർദ്ധ വളർത്തുക, മതവിശ്വാസത്തെ അപമാനിക്കുക അടക്കമുള്ള കടുത്ത വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ടുള്ളത്. തോമസ് ജോർജ് തന്റെ വാക്കുകൾ തന്നെ പരിശോധിച്ച് അതിൽ തന്നെ അദ്ദേഹം പറയുന്നത്, കഴിഞ്ഞ 5-ാം തീയതി ബജറംഗ് ദൾ, ഹനുമാൻ സേന അടക്കമുള്ള സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ ഏതാണ്ട് 500ഓളം പേരടങ്ങുന്ന സംഘം തോമസ് ജോർജ് പ്രവർത്തിക്കുന്ന പള്ളിയിലേക്ക് JCBയുമായി പള്ളി പൊളിക്കാൻ എത്തുകയും വലിയ സംഘർഷം അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് പോലീസ് ഇടപെട്ട് അവരെ പിരിച്ചുവിടുകയായിരുന്നു. അതിനുശേഷമാണ് കഴിഞ്ഞ 15-ാം തീയതി തോമസ് ജോർജിനെ പ്രതി ചേർത്തുകൊണ്ടുള്ള FIR രാജസ്ഥാൻ പോലീസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇതിനെ തുടർന്ന് തോമസ് ജോർജ് ഒളിവിൽ പോവുകയായിരുന്നു. ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിനുള്ള അപേക്ഷ നൽകിക്കൊണ്ട് തോമസ് ജോർജ് ഒളിവിൽ കഴിയുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 21 വർഷമായി രാജസ്ഥാനിൽ പ്രവർത്തിക്കുന്ന മലയാളിയാണ്. വീണ്ടും മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് മറ്റൊരു മലയാളിക്ക് നേരെ കൂടി ഒരു BJP സർക്കാർ ഭരിക്കുന്ന സംവിധാനമുള്ള ഇടത്തെ പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. തോമസ് ജോർജ് തന്നെ പറയുന്ന വാക്കുകൾ പരിശോധിച്ചാൽ മുൻപും പലവട്ടം ഇത്തരം സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള സംഘങ്ങൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ തോമസ് ജോർജ് നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ തോമസ്, ഇതെന്തായിരുന്നു സംഭവം ഉണ്ടായിരുന്നത്? എന്തൊക്കെ വകുപ്പുകളിലാണ് താങ്കൾക്കെതിരെ കേസ് ചുമത്തിയിട്ടുള്ളത്? ഞാൻ 22 വർഷമായിട്ട് രാജസ്ഥാനിൽ ദൗസ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മിഷണറിയായിട്ട് പ്രവർത്തിക്കുകയാണ്. ഒരു കുഴപ്പമില്ലായിരുന്നു, ഇതുവരെ ഒരു പ്രശ്നമില്ലായിരുന്നു. ഈ കഴിഞ്ഞ ജൂൺ മാസം 29-ാം തീയതി ഒരു പറ്റം ആൾക്കാർ വന്ന് ഞാൻ നിർബന്ധ മതപരിവർത്തനം നടത്തുമെന്നും പറഞ്ഞ് ചർച്ചിൽ ഭയങ്കര ബഹളം ഉണ്ടാക്കി. ആൾക്കാരെല്ലാം ഭീഷണിപ്പെടുത്തി. കുഞ്ഞുങ്ങളും സ്ത്രീകളും ഒക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ വളരെ ഭീഷണിപ്പെടുത്തി. പക്ഷേ പോലീസ് സമൂഹിതമായിട്ട് ഇടപെട്ട് അവിടെ നിന്ന് അവരെ ഒഴിവാക്കാണ്ടായിരുന്നു. അവർ ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് ചെരുപ്പൊക്കെ ഇട്ട് കയറി വളരെ മോശമായ രീതിയിൽ അവര് സംസാരിക്കാനൊക്കെ ഇടയായി തീർന്നു. അതിനുശേഷം സംഭവം ഉണ്ടാവുന്നത് എന്തോ ആദ്യമായിട്ടാണോ അത്തരത്തിലൊരു സംഭവം ഉണ്ടാവുന്നത്? ആദ്യമായിട്ട്, ഇതുവരെ ഒരു പ്രശ്നമില്ല. ആദ്യമായിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഒരു പ്രശ്നമില്ല. 22 വർഷമായിട്ട് ഞാൻ അവിടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. പോലീസ് ഇതിൽ, അതായത് അന്നിപ്പോൾ അവരെ പിടിച്ചു മാറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പിന്നീടുള്ള പോലീസിന്റെ സമീപനം എങ്ങനെയായിരുന്നു? അത് കഴിഞ്ഞും പോലീസ് നല്ലതായിരുന്നു. കാരണം പിന്നെ 6-ാം തീയതി സൺഡേയില് ഇവര് ഏകദേശം 1500ഓളം പേരോ ആൾക്കാരോളം JCB ഒക്കെ ആയിട്ട് വന്ന് ഭയങ്കര ലാത്തിയൊക്കെ ആയിട്ട് വന്ന് വലിയ ഇവരുടെ വടിയൊക്കെ ആയിട്ട് വന്ന് വലിയ ബഹളം ഉണ്ടാക്കുകയുണ്ടായി. എന്നിട്ടെല്ലാം പോലീസ് വളരെ സംയോജിതമായിട്ട് ഇടപെട്ട് അവരെല്ലാം ഒഴിവാക്കി വിട്ടു. ഞാൻ വിചാരിച്ചാൽ തീർന്നു എന്ന് വിചാരിച്ചു. പിന്നെ 2 ആഴ്ചയിൽ പോലീസ് പ്രൊട്ടക്ഷൻ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷെ 15-ാം തീയതി, ഈ കഴിഞ്ഞ മാസം 15-ാം തീയതി പേരിൽ FIR ഇട്ടു. അത് ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ചാണ് FIR ഇട്ടത്. അതുകൊണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ മേലാതെ വന്നതുകൊണ്ട് ഞാൻ മറ്റു സ്ഥലത്തേക്ക് പോകുന്നു. ഞങ്ങൾ വക്കീലന്മാരെ വെച്ച് കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. 29-ാം തീയതി ഫസ്റ്റ് ഹിയറിംഗ് വെച്ചു. അതിൽ നിന്ന് പിന്നെ 1-ാം തീയതിക്ക് മാറ്റി വെച്ചു. ഇന്നലെ 1-ാം തീയതി ആയിരുന്നു. ഇന്നലെ അത് പിന്നെയും മാറ്റി 4-ാം തീയതിക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. എന്താ സംഭവിക്കുന്ന തരത്തില് ഭീതിയുണ്ട്. കാരണം അറസ്റ്റൊന്നും എനിക്ക്
ഭയമില്ല, ജയിലിൽ പോകാനും പേടിയൊന്നുമില്ല. പക്ഷെങ്കിൽ ഈ ഒരു സാഹചര്യം ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ഇതുണ്ടായി, അങ്ങനെ ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കുന്നേ ഉള്ളൂ. ഞാൻ ഏത് സമയത്ത് പോയാലും സഹകരിക്കാനും എല്ലാത്തിനും ഞാൻ തയ്യാറാണ്. എനിക്ക് യാതൊരു പ്രശ്നമില്ല. അതാണ് താങ്കൾ എനിക്ക് ഒളിവിലാണെന്ന് 68 വയസ്സുണ്ട്. മനസ്സിലാക്കുന്നു. പക്ഷേ 68 വയസ്സുള്ള ഇതിപ്പോ താങ്കൾ പറഞ്ഞതുപോലെ പ്രായമുള്ള താങ്കളുടെ അനുഭവത്തിൽ ഇത് ഞാൻ ആദ്യമായിട്ടായിരിക്കും. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്നത്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ സാഹചര്യം കൂടി ഇതിലുണ്ട്. നിയമം താങ്കൾക്ക് എത്രത്തോളം അനുകൂലമാകും, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ താങ്കൾക്കൊപ്പം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്കയുണ്ടോ ഇപ്പോൾ? ഏത് രീതി വേണേലും ഇല്ലാത്ത കാര്യങ്ങളെല്ലാം ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങളും സംഭവിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കള്ളക്കേസാണ് മുഴുവൻ കൊടുത്തിരിക്കുന്നത്. ഒരിക്കലും ചിന്തിക്കാത്ത കേസുകൾ കൊടുത്തിരിക്കുന്ന ഭീതിയുണ്ട്. യെസ്, ഇതിൽ താങ്കൾക്കെതിരെ മാത്രമാണോ പാസ്റ്റർ തോമസ് ജോർജ് കേസ് ചുമത്തിയിട്ടുള്ളത്? എനിക്കെതിരെ മാത്രമേ കേസുള്ളൂ, വേറെ ആർക്കും പേരില്ല. എനിക്കെതിരെ മാത്രമേ കേസുള്ളൂ. ഇപ്പോൾ അവിടെ പ്രാർത്ഥന നടക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ അത് തടഞ്ഞിരിക്കുകയാണോ? പ്രാർത്ഥന നടക്കുന്നുണ്ട്. പാസ്റ്റർമാരൊന്നും ഇല്ലെങ്കിൽ പോലും അവര് വിശ്വാസികളൊക്കെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. സഭയല്ലേ, ചർച്ചയല്ലേ. ഞാൻ ഒരു അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഇതാണ് അസംബ്ലീസ് ഓഫ് AG എന്ന് പറയുന്ന സംഘടനയുടെയാണ് ചർച്ച. അതുപോലെ തന്നെ ഞാൻ അവരുടെ ഒരു പാസ്റ്ററാണ്. നിയമപരമായിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ക്ലിയർ ആണ്. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനും എല്ലാം ഇരിക്കാനൊക്കെ ഉള്ള അവകാശം സർക്കാർ തന്നിട്ടുണ്ട്. ഒരു രജിസ്റ്റേർഡ് ബോഡിയാണ്. പക്ഷേ ഇത് നിർബന്ധമായിട്ട് ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെസ്, അതാണ് ഇപ്പോൾ കന്യാസ്ത്രീകളുടെ വിഷയം താങ്കൾക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അപ്പം സ്വാഭാവികമായിട്ടും ഏത് രീതിയിലാണ് നാട്, പ്രത്യേകിച്ച് കേരളം അതിനൊപ്പം നിൽക്കുന്നത്, ജനപ്രതിനിധികൾ നിൽക്കുന്നത് എന്നൊക്കെ നമ്മൾ കാണുന്നതാണ്. അത്തരത്തിൽ താങ്കൾ എന്തെങ്കിലും സഹായം തേടിയിട്ടുണ്ടോ? ഞാൻ ആരോടും സംസാരിച്ചിട്ടുള്ള ഇത് ആരോ പറഞ്ഞ് എന്നെ വിളിച്ച് ഇങ്ങനെ സംസാരിച്ചെന്നുള്ള ചാനലിൽ വന്നാൽ ഞാൻ ആരോടും പറഞ്ഞൊന്നുമല്ല. പക്ഷെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകുമ്പം ഈ കാര്യങ്ങളുടെ ജനങ്ങൾ അന്ന് അറിയട്ടെ, അത് നല്ല കാര്യമാണ്. അതുകൊണ്ട് ഹിന്ദി ചാനലിൽ വന്നു, ഹിന്ദി പേപ്പറുകളിൽ വന്നു, ഞങ്ങളുടെ രാജസ്ഥാനിലെ പേപ്പറുകളെല്ലാം വന്നായത്. നേരത്തെ അവിടെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിൽ നിർബന്ധിത മതപരിവർത്തനം എന്നുള്ള രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ടോ? സംഘപരിവാർ ആ രീതിയിലാണോ അതിനെ കൈകാര്യം ചെയ്യുന്നത് അക്രമത്തിലൂടെ? ഞങ്ങളുടെ പ്രദേശത്ത് ആദ്യമായിട്ട് സംഭവിക്കുന്ന മറ്റു പല സ്ഥലങ്ങളിലും, പിലാനി എന്ന് പറഞ്ഞ സ്ഥലത്ത്, മറ്റ് രാജസ്ഥാനിലെ പല സ്ഥലങ്ങളിലും സെയിം രീതിയിൽ ഇപ്പം അവർ നടത്തുന്നവര് ഒരു അജണ്ടയായിട്ട് ചെയ്യുക. ഇത് ബജറംഗ് BJPയുടെ ഒരു അജണ്ടയായിട്ട് ചെയ്യുന്നതാണ്. നിയമപരമായിട്ട് എങ്ങനെ പോകാം എന്നാണ് ഉദ്ദേശിക്കുന്നത് താങ്കൾ? നിയമപരമായിട്ട് കേസ് വക്കീലിനെ വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സംഘടനകൾ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിയമപരമായിട്ട് മുന്നോട്ട് പോകണമെന്നാ. അത് എവിടെ വരെ പോകും, അവിടെ വരെ പോകും, നിയമപരമായിട്ട് പോകും. കാരണം നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഞാനൊരു മതപരിവർത്തനം ചെയ്തിട്ടില്ല. തെറ്റായിട്ട് ഒരു കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടില്ല. വെറുതെ തെറ്റായ ആരോപണങ്ങൾ ചാർത്തിക്കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. യെസ്, ഇതിൽ നിന്നൊരു സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, ഇവിടെയല്ല അവിടെ ഗുജറാത്ത് സർക്കാരിന്റെ ഭാഗത്ത് നിന്നൊരു സഹായമോ ഇല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള ഒരു നിലപാടോ താങ്കൾ ഇതിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ ഇപ്പോൾ? ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം സർക്കാർ BJP ഗവൺമെന്റ് ആണ്. അവർ നമുക്കെതിരായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം പ്രതീക്ഷിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല ഇപ്പോൾ അങ്ങനെ ഇരിക്കുന്നത്. ഇത് എൻ്റെ ഈ കേസ് വളരെ ഹൈലൈറ്റ് ആയി പോയി. കാരണം രാജസ്ഥാനിലും ഇന്ത്യ മുഴുവൻ അറിഞ്ഞ കേസാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയൊക്കെ അതിനകത്ത് ഇടപെട്ടിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ പറ്റിയത്. നോക്കാം, മരുന്നിടത്ത് വെച്ച് കാണാമല്ലോ. നമുക്കറിയാം ഇവിടുത്തെ ഒരു രീതി നമുക്കറിയാം. പല വിഷയങ്ങളിലും ഇവിടെ സഭകളൊക്കെ എങ്ങനെയാണ് ഇടപെട്ടിട്ടുള്ളതെന്നും നമുക്കറിയാം. ക്രിസ്ത്യാനികൾക്ക് ഇല്ലെങ്കിൽ ഈ സഭയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് വളരെ വിവേചനപരമായിട്ടുള്ള ഇടപെടലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും താങ്കളുടെ പ്രശ്നത്തിൽ എങ്ങനെ സഭ ഇടപെടുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്?